ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. ഇടക്കാല ഉത്തരവിലാണ് കോടതി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ അന്വേഷണ സംഘം കോടതിക്ക് നൽകിയിട്ടുണ്ട്. അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടികൾ. കേസ് നവംബർ 15-ന് വീണ്ടും പരിഗണിക്കും. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, സീൽ വെച്ച കവറിലായതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നില്ലല്ലോ. ഇപ്പോൾ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പുറത്തു വരുന്ന വിവരമനുസരിച്ച്? മഞ്ജുഷ, പ്രധാനമായും കേസിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന് തന്നെ ആവർത്തിച്ച് കോടതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളിന്ന് കണ്ടതാണ്. അസാധാരണമായ കോടതി നടപടികളിലേക്ക് തന്നെയായിരുന്നു ഒന്ന് പോയിരുന്നത്. പ്രത്യേകിച്ചും ദേവസ്വം അഭിഭാഷകരെയും സർക്കാർ അഭിഭാഷകരെയും ഒക്കെ കോടതിക്ക് പുറത്തു നിർത്തി അടച്ചിട്ട മുറിയിൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് കോടതി സംസാരിച്ചതും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി പരിശോധിച്ചതും തുടർന്ന് എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യവും കോടതി ഈ അവസരത്തിൽ നിർദ്ദേശിക്കുകയുണ്ടായി. ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവനും കെ.വി. ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ നീക്കം. എന്തായാലും നമ്മൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ അങ്ങേയറ്റം രഹസ്യമായി തന്നെ ഈ വിവരങ്ങൾ സൂക്ഷിക്കണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശത്തിന്റെ അതല്ലെങ്കിൽ അത്രയും സൂക്ഷ്മത ഈ കേസിൽ കാണിക്കണമെന്നുള്ളത് കൊണ്ടാണ് കോടതി അഭിഭാഷകരെ പോലും പുറത്തു നിർത്തി മറ്റു പ്രൊസീഡിംഗ്സിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ SIT ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഇതിൽ നവംബർ 15-ന് കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു കേസ് കൂടി കോടതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ സർക്കാരും ദേവസ്വവും വിജിലൻസുമാണ് കക്ഷികളാവുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും ഈ കേസിൽ കക്ഷികളല്ല. അതുപോലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച കൂടി സമയം നീട്ടി ചോദിച്ചിട്ടുണ്ട് SIT എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രധാനമായും കോടതി പറഞ്ഞ കേസിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തുക എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീൽ വെച്ച കവറിലാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഈ അന്വേഷണ സംഘാംഗം കോടതിയിൽ എത്തിച്ചത്. അങ്ങനെയാണ് അത് പരിശോധിച്ച ശേഷമാണ് കോടതി തുടർ നടപടികളിലേക്ക് കൂടി ഉത്തരവിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയുന്ന കാര്യം രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന് തന്നെയാണ്. മാത്രമല്ല, മാധ്യമങ്ങളോടോ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും മാധ്യമങ്ങളോട് ഈ കാര്യത്തെ പറ്റിയോ ഇതിന്റെ സൂചനയോ നൽകാൻ പാടില്ല എന്ന് കോടതി നിഷ്കർഷിക്കുന്നുണ്ട്. അങ്ങേയറ്റം അതായത് ഇതിന്റെ രഹസ്യ സ്വഭാവം അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് കോടതി SITയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാലും കോടതി കേസ് വീണ്ടും ഈ 15-ന് പരിഗണിക്കും. അപ്പോൾ ഈ പുതിയ കേസായിരിക്കും പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതുതായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസാണ് പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരും ദേവസ്വവും വിജിലൻസിനെയുമാണ് ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുള്ളത്. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്.